വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. കൃഷിമന്ത്രി ടി സിദ്ദിഖിനൊപ്പം വാർത്താ സമ്മേളനം നടത്താനെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. KM ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ലെന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം പുറത്തിറങ്ങി. നിയമസഭയിലെ മീഡിയ റൂമിലായിരുന്നു വാർത്താ സമ്മേളനം. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ ആരംഭിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ ഒരു സഹപ്രവർത്തകനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരു കേസിലെ ഒരു കൊലയാളിയായിട്ടുള്ള ആളാണ് ഒരു ഉന്നതമായിട്ടുള്ള പദവിയിൽ, കൃഷിവകുപ്പിന്റെ ഡയറക്ടർ പദവിയിൽ ഇരിക്കുന്നത്. അത് തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച. അതോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തെത്തുന്നു, മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തെത്തുന്നു. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? ഇതേ തുടർന്ന് എന്തായിരുന്നു മന്ത്രിയുടെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് എന്താണ്? ടോം, നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. വാർത്താ സമ്മേളനം ആരംഭിച്ചത് തുടക്കത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു. ഞാനിവിടെ നിൽക്കുന്ന മീഡിയ റൂമിലെ അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളന ഹാളിൽ പെട്ടെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന കൃഷി വകുപ്പിന്റെ ഡയറക്ടർ കൂടി വാർത്താ സമ്മേളന ഹാളിലേക്ക് കടന്നു വന്നു. മന്ത്രിയുടെ ഇടതുവശം അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ, ഞങ്ങളിൽ ഒരാളെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് നിങ്ങൾ കടുത്തിരിക്കുന്നത്, ഇയാളെ ഇരുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം സാധ്യമല്ല, ഇത് മര്യാദയല്ല എന്ന നിലപാട് മന്ത്രി അറിയിച്ചത്. പക്ഷേ അപ്പോൾ മന്ത്രി അത് കേൾക്കാൻ തയ്യാറായില്ല. ടി സിദ്ദിഖ് ചെയ്ത് വരട്ടെ, ഇതൊന്ന് കഴിയട്ടെ എന്ന നിലപാടാണ്. ആ സമയം വീണ്ടും മാധ്യമപ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു. അപ്പോഴാണ് മന്ത്രി വീണ്ടും ഇടപെടുകയും പറഞ്ഞത് ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ, എങ്കിൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോളൂ, ഞങ്ങൾ ഇവിടുന്ന് മാറി തരാം, ശ്രീറാം വെങ്കിട്ടരാമന് ഒപ്പം വരുത്തി നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോളൂ, ഞങ്ങൾ മാറാമെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ പത്രസമ്മേളന ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് മന്ത്രി പറഞ്ഞില്ല, മന്ത്രി നിർദ്ദേശപ്രകാരവുമല്ല, ശ്രീറാം വെങ്കിട്ടരാമൻ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയത്. ടോം, അതിൽ വൈകാരിക തലം കൂടിയുണ്ട്. കാരണം KM ബഷീർ ഏറ്റവും അധികം പ്രവർത്തിച്ച മേഖലയാണ് നിയമസഭ. KM ബഷീർ ഏറ്റവും അധികം കാലം റിപ്പോർട്ട് ചെയ്ത നിയമസഭാ നടപടിക്രമങ്ങളാണ്. ഈ നിയമസഭയിൽ എല്ലാ സമ്മേളനം നടക്കുമ്പോഴും ഏറ്റവും സജീവമായി നിന്ന മാധ്യമപ്രവർത്തകനാണ് KM ബഷീർ. അങ്ങനെ ഒരാളെ വാഹനം ഇടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ്. ആ കൊന്നത് മാത്രമല്ല, അയാൾ ആ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കാളിയാണോ അല്ലയോ എന്നൊക്കെ കോടതി പറയേണ്ടത്. പക്ഷേ ആ കേസ് തേച്ചു മായ്ച്ചു കളയാൻ തന്റെ അധികാരത്തിന്റെ എല്ലാ ദുർശക്തികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അധികാരത്തിന്റെ എല്ലാ തെറ്റുകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ശ്രമിച്ചയാളാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അത്തരം ഒരാൾ മാധ്യമപ്രവർത്തക സമൂഹത്തെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട്, KM ബഷീറിന്റെ മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതാദ്യമല്ല, നേരത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് GRNൽ കൃഷിമന്ത്രിയായിരിക്കെ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിൽ അന്ന് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ വേദി സദസ്സിൽ മന്ത്രിക്കൊപ്പം ഇരുന്നില്ല. അയാൾ ഇവിടെ നിന്ന് മാറി പുറത്തു നിൽക്കുകയായിരുന്നു. അന്നും മാധ്യമങ്ങൾ പ്രതിഷേധം അറിയിച്ചു. അന്ന് കൃഷിമന്ത്രി അതിലെ അബദ്ധം, തനിക്ക് പറ്റിയ തെറ്റിലെ ഖേദം അദ്ദേഹം പ്രകടിപ്പിച്ചു. ശ്രീറാം അന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷവും മാധ്യമപ്രവർത്തക സമൂഹത്തെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് ടി സിദ്ദിഖിനൊപ്പം ശ്രീറാം വെങ്കിട്ടരാമൻ ഈ മീഡിയ റൂമിൽ, അത് KM ബഷീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്ന ഈ നിയമസഭയിലെ മീഡിയ റൂമിൽ നിരവധി വാർത്താ സമ്മേളനങ്ങൾ KM ബഷീർ റിപ്പോർട്ട് ചെയ്ത, നിരവധി നിയമസഭാ സമ്മേളനങ്ങൾ KM ബഷീർ റിപ്പോർട്ട് ചെയ്ത ഈ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ കൊലയാളി വന്ന് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലിരിക്കുമ്പോൾ സ്വാഭാവികമായി നിരവധി പേർ KM ബഷീറിനൊപ്പം വന്ന് ഈ പല സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, നിരവധി വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത ആളുകൾ, ഞാനടക്കമുള്ളവരുണ്ട്. ഞങ്ങൾക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ആ കേസിലെ പ്രതി ഇവിടെ വന്നിരുന്നത്. ആ കേസിലെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് തീർച്ചയായും സ്വീകരിച്ച ആ നിലപാടിനെ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം ഇങ്ങനെ നമ്മുടെ ഒരു സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ ആൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് നിങ്ങൾ സ്വീകരിച്ച
ആ നിലപാടുണ്ടല്ലോ. സ്വാഭാവികമായി അത് മന്ത്രി എന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല? മന്ത്രി നമ്മുടെ പ്രതിഷേധത്തെ പോലും വകവെക്കാതെ വാർത്താ സമ്മേളനം തുടരുന്നു. സ്വാഭാവികമായി അതൊരു പ്രതിഷേധാർഹമാണ്. ഈ വിഷയത്തിൽ മന്ത്രിക്ക് മുന്നിൽ ഈ വിഷയം ഉയർത്തേണ്ടതല്ലേ, ഉന്നയിക്കേണ്ടതല്ലേ? മാത്രമല്ല ഇനിയും ഇതുപോലെ പല വേദികളിലും ഈ ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമങ്ങൾക്ക് മുൻപിലെത്താം. നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ട പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കണം, പ്രതിഷേധത്തിന് സാഹചര്യം ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു പദവിയിൽ നിന്നും ഈ ശ്രീറാം വെങ്കിട്ടനെ പോലുള്ള കളങ്കിതരെ മാറ്റി നിർത്തേണ്ടതല്ലേ, കൊലയാളികളെ മാറ്റി നിർത്തേണ്ടതല്ലേ? ജോം, കെ എം ബഷീറിനോട് നമ്മളടങ്ങുന്ന മാധ്യമ സമൂഹം ചെയ്യുന്ന ഏറ്റവും ചെറിയ നീതിയാണത്. കാരണം ബഷീർ ഒരു തരത്തിലും ആരെയും വേദനിപ്പിക്കാത്ത, ഒരു തരത്തിലും ആർക്കെതിരെയും ഒന്നിനും ഇറങ്ങിപ്പുറപ്പെടാത്ത ഒരു സാധു മനുഷ്യനായിരുന്നു. അങ്ങനെ നല്ലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. സഭാ നടപടികളിലൊക്കെ ആ രീതിയിൽ അത്രയും അവഗാഹത്തോടുകൂടി ആ ചെറിയ പ്രായത്തിൽ പോലും റിപ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു യുവ മാധ്യമ പ്രവർത്തകരായിരുന്നു. അങ്ങനെ ഒരാളെയാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്തുന്നത്. അത് മാത്രമല്ല ആ തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ഹീനശ്രമങ്ങൾ IAS ലോബിയുടെ, പോലീസിൻ്റെ, അന്നത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ, ആശുപത്രി അധികൃതരുടെ, സ്വകാര്യ ആശുപത്രി അധികൃതരുടെ, കിംസ് ആശുപത്രി അധികൃതരുടെ ഒക്കെ പിന്തുണയോടുകൂടി അയാൾ നടത്തിയ ഹീനമായ നീക്കങ്ങൾ അതാണ് ഏറ്റവും ലജ്ജയുണ്ടാക്കുന്നത്. അങ്ങനെ ഒരാളാണ് വീണ്ടും ഇങ്ങനെ വെല്ലുവിളിയുമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ സർക്കാർ സ്വീകരിക്കാവുന്ന നടപടികളുണ്ട്. അത് കഴിഞ്ഞാൽ അയാളെ തിരിച്ചെടുക്കണം, അയാൾക്ക് പുതിയ പദവികൾ നൽകണം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലേക്ക് ഒന്നുമില്ലെങ്കിൽ മീഡിയ റൂമുകളിലേക്കെങ്കിലും അയാളെ കൊണ്ടുവരാതിരിക്കാനുള്ള മാന്യത ഭരണവർഗവും കാട്ടേണ്ടതുണ്ട്. ടി സിദ്ദിഖ് ഒരുപക്ഷെ നിയമസഭയിലേക്ക് ഒരു രീതിയുടെ ഭാഗമായിരിക്കാം, വിഷയത്തിലേക്ക് പിന്നീട് വരാം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി അതിലേക്ക് വരാമെന്ന ആ ഒരു ആയിരുന്നില്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തകർക്കാരും പ്രതിഷേധിക്കുമ്പോൾ പിന്നീട് വരേണ്ട വിഷയമല്ല ഇത്. തീർത്തും വൈകാരികമായ വിഷയം തന്നെയാണ്, തീർത്തും നീതിയുക്തമായ വിഷയം തന്നെയാണ്. അങ്ങനെ ഞങ്ങളിൽ ഒരുവനെ കൊന്ന ആളെ, ആ പ്രതിയെ, അതിൽ പ്രതിസ്ഥാനത്തുള്ള ആളെ ഇരുത്തി വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കടുത്ത നിലപാട് മാധ്യമങ്ങൾ അറിയിക്കുകയായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ സിദ്ദിഖ് ആ കാര്യത്തിൽ തന്റെ നിലപാട് അറിയിച്ചു. എനിക്കും അയാളോട് യോജിപ്പില്ല, പക്ഷേ ഞാൻ അറിയാതെ ഇവിടേക്ക് എത്തുകയായിരുന്ന നിലപാട് അദ്ദേഹം പിന്നീട് പറഞ്ഞു. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിപ്പോകാൻ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ കുറച്ചുകൂടി ഔചിത്യമുള്ള ഒരു നടപടിയായി മാറിയേനെ. അതിനു പകരം തെറ്റായ നീക്കത്തിന് ശബ്ദമുയർത്തിയ മാധ്യമങ്ങളുടെ ശബ്ദം അടപ്പിക്കാനാണ് സിദ്ദിഖ് ശ്രമിച്ചത്. പിന്നീട് അതിലേക്ക് വരാമെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അങ്ങനെ പിന്നീടിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല ഞാൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ കെ എം ബഷീർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്ര ഒരു പ്രതിഷേധം ഉയർന്നു വന്നത്. കൃഷി വകുപ്പ് ഡയറക്ടറോ ഏത് പദവിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എത്തിയാലും ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളിൽ, കാരണം കേരളത്തിലെ മാധ്യമ സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുന്നത് കെ എം ബഷീറിന്റെ കൊലയാളി ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് തന്നെയാണ്. അയാൾ വാഹനം ഓടിച്ചു, അയാൾ മദ്യപിച്ചിരുന്നു, അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു, കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ടത് കോടതിയിലാണ്. തീർച്ചയായും മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എങ്ങനെയാണ് കെ എം ബഷീർ മരിച്ചതെന്ന് നമുക്കറിയാം. അതിനുശേഷം ആ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പല രീതിയിലുള്ള അട്ടിമറികൾ നടന്നു. അതായത് ഈ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമനും ചില ഉദ്യോഗസ്ഥ ലോബികൾ നടത്തിയിട്ടുള്ള തിരിമറികൾ, ഈ കേസിൽ നടത്തിയിട്ടുള്ള തിരിമറികൾ എങ്ങനെയാണെന്ന് പൊതുസമൂഹം അടക്കം കൃത്യമായും കണ്ടറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ഒരല്പം ധാർമ്മികതയുണ്ടെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ചുമതലയിൽ നിന്ന് തന്നെ, അതായത് താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ട ശേഷം സർവീസിൽ തുടരാം, അതല്ലെങ്കിൽ സ്വയം മാറി നിൽക്കാനുള്ളൊരു ധാർമ്മികതയെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമൻ കാണിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വരാതിരിക്കാനുള്ള ഒരു നിലപാടെങ്കിലും അയാൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ഇനിയും ഇതുപോലെ ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടെങ്കിൽ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ നിലപാട് എന്തായിരിക്കും? അത് ഇങ്ങനെ പ്രതിഷേധിക്കാൻ തന്നെയാണോ തീരുമാനം? അരുൺ, ഒരു സംശയമുണ്ടാകില്ല, ശ്രീറാം വെങ്കിട്ടരാമനെ ഒപ്പമിരുത്തി മന്ത്രിയല്ല മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയാലും ഇതേ പ്രതിഷേധത്തിന് തലസ്ഥാനത്തുണ്ടാകും. കാരണം തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ അത്രയേറെ വേണ്ടപ്പെട്ടവരായിരുന്നു കെ എം ബഷീർ. അത്രയധികം ആ വേദന ഇന്നും തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കുള്ളിൽ, സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. കെ എം ബഷീറിൻ്റെ അകാല വിയോഗം അത് കേവലം ഒരു റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടയാളല്ല കെ എം ബഷീർ. അശ്രദ്ധമായി വണ്ടി ഓടിച്ച്, ഒരുപക്ഷെ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ ഒക്കെ ഒരു ഉദ്യോഗസ്ഥ പ്രമാണി വണ്ടി ഓടിച്ച് കൊലപ്പെടുത്തിയതാണ്. അയാൾ വാഹനത്തിൽ ഇടിച്ചിട്ട് ശേഷമെങ്കിലും ആശുപത്രി സമയത്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ കെ എം ബഷീർ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ. അതിനുപോലും ഈ IAS എല്ലാ വിദ്യാസമ്പന്നനായ, എല്ലാത്തരം വിദ്യാഭ്യാസവും നേടിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ കൂടിയായ, ഒരുപക്ഷെ ഡോക്ടർമാർ കുറച്ചുകൂടി മാനുഷികത വേണമെന്നൊക്കെ പറയാറുണ്ട്. അത്യധികം
ആ ഫീൽഡുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു മനുഷ്യജീവന്റെ വില അത്രത്തോളം അറിയാവുന്നവരാണ്. എന്നിട്ട് പോലും വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല അതിനുശേഷം ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തിയ ഹീനമായ ശ്രമങ്ങളുണ്ട്. വളരെ ദീർഘമായി പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അത്തരം ശ്രമം നടത്തിയ ഒരാളാണ് ഒരു തരത്തിലുള്ള സഹിഷ്ണുതയുമില്ലാതെ, ഒരു തരത്തിലുള്ള എത്തിക്സും ഇല്ലാതെ, മെഡിക്കൽ എത്തിക്സോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റിന് വേണ്ട എത്തിക്സോ ഒന്നും ഇല്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. അതൊളിപ്പിക്കാൻ എല്ലാ സ്വാധീനവും അയാൾ അന്ന് IAS ഉദ്യോഗസ്ഥനാണ്. അയാൾ നേരത്തെ ഡോക്ടറായിരുന്നു. അയാൾ ജോലി ചെയ്ത ആശുപത്രിയുണ്ട്, അയാൾക്കൊപ്പം പഠിച്ച ഡോക്ടർമാരുണ്ട്, അയാൾക്കൊപ്പം ജോലി ചെയ്ത ഡോക്ടർമാരുണ്ട്. IAS ലോബി എന്ന സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രം ഒന്നടങ്കം അയാൾക്കൊപ്പം നിന്നു. ഇതെല്ലാം വെച്ചാണ് ആ കേസിൽ നിന്ന് അന്ന് അയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് മാത്രം വെച്ചാണ് അയാൾ ഇപ്പോഴും പുറത്തിറങ്ങി വിലസുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അയാളുടെ ആത്മവിശ്വാസം തന്നെയാകാം. എല്ലാ തെളിവുകളും നശിപ്പിച്ചാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിക്ക് മുമ്പാകെ ഹാജരായത്. അതുതന്നെയാകാം അയാളുടെ ആത്മവിശ്വാസം. അങ്ങനെ ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നു, അതൊളിപ്പിക്കാൻ അതിലേറെ കുറ്റകൃത്യം ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അയാൾക്കെതിരെയാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത്. അത് തലസ്ഥാനത്ത് അല്ല, ഇനി എവിടെയായാലും ഇത്തരം മാധ്യമപ്രവർത്തക വേദികളിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന KM ബഷീറിന്റെ കൊലപാതക കേസിലെ പ്രതി വന്നിരുന്നാൽ അപ്പോഴൊക്കെ പ്രതിഷേധമുണ്ടാകും. അതിലൊരു സംശയം വേണ്ട. ടോം, അതാണ് നിലപാട്. ഇനിയും പ്രതിഷേധമുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വയം തീരുമാനിക്കുക, സ്വയം ആലോചിക്കുക. ശ്രീറാം വെങ്കിട്ടരാമൻ ഇതുപോലുള്ള പരിപാടികൾ, ചടങ്ങുകളിൽ ഇനി പങ്കെടുക്കണോ വേണ്ടയോ, അതല്ലെങ്കിൽ അല്പം ധാർമ്മികതയുണ്ടെങ്കിൽ ഈ ചുമതലയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കാനാണ് ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. കാരണം അധികാരമുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്ന ഒരു തോന്നലുണ്ട് ചില ഉദ്യോഗസ്ഥർക്ക്. അതിനുള്ള താക്കീത് കൂടിയാണ് ഈ പ്രതിഷേധം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.